ഒരു മിനിറ്റ് തട്ടി നീക്കി പോകല്ലേ, ഒരു കാര്യം പറയട്ടെ കേട്ടോ. വെരി മണിയേട്ടാ, ഞാൻ കഴിഞ്ഞ ദിവസമല്ല 1-2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. പാതകം മുതൽ ലിൻഡൽ വരെ, ലിൻഡലിന് മുകളിൽ മേലോട്ട് എങ്ങനെ വെട്ടുകല്ല് കെട്ടുന്നത്, ഒരാൾ എത്ര ഒരു മെയ്സനും ഹെൽപ്പറും പോയാൽ എത്ര കല്ല് കെട്ടും എന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ ലിൻഡലിൻ്റെ മുകളിൽ വെട്ടുകല്ല് കെട്ടുന്നതാണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പം ഞാനന്ന് ഒരു 120 കല്ല് കെട്ടി. നിങ്ങളിപ്പോൾ കെട്ടുകയാണെങ്കിൽ ഇപ്പോൾ എത്ര കല്ല് കെട്ടും? ഞാൻ കെട്ടുകയാണെങ്കിൽ പിന്നെ ജിൻഡലിൻ്റെ താഴെയാണെങ്കിൽ ഒറ്റയൊക്കെ ജനലൊക്കെ വെച്ച് ഒരു കൈപ്പണിക്കാരനാണെങ്കിൽ ഒരു 80 കല്ല് വരെ പോകുള്ളൂ. ലിൻഡലിൻ്റെ താഴെ നമ്മൾ വാതിൽക്കെട്ടിലൊക്കെ വെച്ച് ഇപ്പം ഇപ്പോൾ നമ്മൾ എടുക്കുന്ന അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ വാതിൽക്കെട്ടിലൊക്കെ വെച്ച് ആണല്ലോ ഇപ്പോൾ നമ്മൾ പണിയെടുക്കുന്നത്. ലിൻഡലിന്റെ മുകളിലേക്കാണെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു കൈപ്പണിക്കാരനും വെച്ചത് 100-130 കല്ല് വെക്കാം. 130 കല്ല് വെക്കാം ഒരാൾക്കല്ലേ? വ്യക്തമല്ല, ഓരോരുത്തരും ഓരോ കമന്റ്, ബാഡ് കമന്റ് വരുന്നുണ്ട്. 350 കല്ല് കെട്ടുന്നത്, 250 ഒക്കെ വരും, മാക്സിമം വരാം. 2 കൈപ്പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ വരില്ലേ? 350 ഒന്നും നടക്കൂല അല്ലേ? 350 ഒന്നും നടക്കൂല. അത് ഇത് കെട്ടലായിരിക്കില്ല പറഞ്ഞു, മുടിവർക്കലായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. അതെന്താണെന്ന് അറിയില്ല. നിങ്ങൾ എത്ര കാലമായി വർക്കില്? 35 കൊല്ലത്തെ എക്സ്പീരിയൻസിന്റെ ഇത് വെച്ചിട്ടാണ് മൂപ്പര് പറയുന്നത്. മൂപ്പര് ഒരു ലിൻഡലിന്റെ മേലേക്ക് ഒരു 120 കല്ല് ഒരു കൈപ്പണിക്കാരനെ വെച്ചിട്ട് 120 കല്ല് കെട്ടും. അതിപ്പോൾ നമ്മൾ വാതിൽക്കെട്ടില് പിന്നെ ജനൽ വെക്കുകയാണെങ്കിൽ ലിൻഡൽ വരെ നമുക്കൊരു 80-90 വരെ വെക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്ക്, നമ്മൾ ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എത്ര വരെ കല്ല് കെട്ടാൻ കഴിയുമെന്ന് ഒന്ന് കമൻറ്റ് വരണം കേട്ടോ. ഓക്കെ.